ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് കാത്തു. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചെമ്മീൻ റോസ്റ്റാണ്. ഈ ചെമ്മീൻ റോസ്റ്റ് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള നല്ല നാടൻ ചെമ്മീൻ റോസ്റ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം 3 സവാള, 2 തക്കാളി, കറിവേപ്പില, പിന്നെ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. സവാള നീളത്തിലരിയണമെന്നും പിന്നെ പച്ചമുളകും നീളത്തിലാണ്. തക്കാളി മാത്രം ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തതുപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള നീളത്തിനും പച്ചമുളകും നീളത്തിനും തക്കാളി ചെറുതായിട്ട്. ഇതിനി നമുക്കൊന്ന് വരട്ടിയെടുക്കണം. ഇപ്പം എന്താ ചെമ്മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യം സവാള ഇട്ടൊന്ന് വരട്ടിയെടുത്തതിന് ശേഷം വേണം ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ സവാള ഇട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇപ്പം എന്താ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് സവാള വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. നമ്മൾ വരട്ടിയെടുക്കുമ്പോഴത്തേക്കും ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ഒരു യെല്ലോ പോലത്തെ ഒരു ഷെയ്ഡ്, ഗോൾഡൻ യെല്ലോ കളർ വരുന്നത് വരെ നമ്മളൊന്ന് വരട്ടിയെടുക്കുക. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് വരണ്ട് വരുന്നുണ്ട്. തീ ഇപ്പോൾ ഞാൻ ഇവിടെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. വെച്ച് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മളിതിലോട്ട് പച്ചമുളക് നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇട്ട് കൊടുക്കണം. പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പച്ചമുളകും സവാളയും ചെറുതായിട്ടൊന്ന് വരണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അടച്ചു വെച്ച് വേവിച്ചെടുത്തതിന് ശേഷമുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് വരണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കണം. ഈ സമയത്ത് തന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, അടച്ച് വെച്ചതിന് ശേഷമുള്ളതാണ്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. ഇപ്പം മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി മുളക് പൊടിയാണ്. മുളക് പൊടി ഇവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. പിന്നെ ഞാൻ ചേർക്കുന്ന മല്ലിപ്പൊടിയാണ് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ കുരുമുളക് പൊടിയാണ് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഗരം മസാലയാണ്, അതും 1/2 ടീസ്പൂൺ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ സവാളയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലും. അതുമാത്രമല്ല ഈ പൊടികളെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പം ഇതിപ്പോൾ എന്താ എല്ലായിടത്തും എത്തിയിട്ടുണ്ട് സവാളയുടെയൊക്കെ. അപ്പം നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വരട്ടിയെടുത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ വരണ്ട് കിട്ടിയിട്ടുണ്ട്. മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി ആ സവാളയിലും എല്ലാത്തിലും ആ മസാല വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് വേണം നമ്മളിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കേണ്ടത്. ചെമ്മീൻ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ മസാല എല്ലാം ചെമ്മീനിലെത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചെമ്മീൻ ആ മസാലയിൽ
മുഴുവൻ പിടിച്ച് നിൽക്കുന്നത് പോലെ വേണം നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത്. ഇപ്പം കണ്ടില്ലേ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് ഇളം ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ചെമ്മീൻ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ആ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പം എൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കരിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കരിവേപ്പിലയും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ആ ചെമ്മീനൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്താ, എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് വെന്ത് നല്ല തിളച്ച് വരുന്നുണ്ട്. ഇപ്പം അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു അംശമില്ലേ, ആ വെള്ളം അത്രയും നമുക്കിനി വറ്റിച്ചെടുക്കണം. എങ്കിലേ ഇത് റോസ്റ്റ് പോലെ ആവത്തുള്ളൂ. ഈ ചെമ്മീൻ റോസ്റ്റ് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എന്ത് ആയിട്ട് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതവിടെ കണ്ടില്ലേ, നന്നായിട്ട് വറ്റി നല്ല റോസ്റ്റ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ വറ്റിക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ വരെ നിർത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.